ഇന്ന് ക്ഷേത്രമുറ്റത്തേക്ക് നടന്നു പോയപ്പോൾ ഞാൻ ഒന്നും തേടിയിരുന്നില്ല. ശാന്തമായി കുറച്ചു സമയം അവിടെ ഇരിക്കാമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അപ്പോഴാണ് കണ്ണിൽ പതിഞ്ഞത് ക്ഷേത്രത്തിന്റെ അരികിലെ മുല്ലച്ചെടിയുടെ ചുവട്ടിൽ വീണുകിടക്കുന്ന വെള്ളപ്പൂക്കൾ. ആദ്യം ഞാൻ ഒരു പൂ മാത്രം എടുത്തു. ആ പൂവിന്റെ സുഗന്ധത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ചുറ്റും നോക്കിയപ്പോൾ മനസ്സിലായി, നില മുഴുവൻ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഓരോ പൂവും മണ്ണിൽ ഒരു ചെറിയ പൂക്കലം തീർത്തിരുന്നു. അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു. ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ ഒരു ചെറിയ സന്തോഷം മാത്രം പ്രതീക്ഷിക്കും, ഒരു പൂ മാത്രം ചോദിക്കും. പക്ഷെ ദൈവം തരുന്നത് അതിലും വലുതായിരിക്കും. നമ്മൾ കാണാതെ പോകുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മുടെ ചുറ്റും പൂക്കളെ പോലെ നിറഞ്ഞു കിടക്കാറുണ്ട്. ആ മുറ്റത്ത് വീണു കിടക്കുന്ന പൂക്കൾ പെറുക്കുമ്പോൾ ഞാൻ പൂക്കൾ മാത്രമല്ല ശേഖരിച്ചത്, കുറച്ച് സമാധാനവും കുറച്ച് സന്തോഷവും കുറച്ച് ഓർമ്മകളും കൂടിയായിരുന്നു. അവസാനം കൈകളിൽ ഒരു പൂവല്ല ഉണ്ടായിരുന്നത്, ഒരു ചെറിയ പൂക്കെട്ടുകൊണ്ട് മനസ്സിലൊരു വലിയ പൂക്കാലവും. അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായി തിളങ്ങുന്ന ഒരു സമയം ജീവിതത്തിൽ എന്നും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ ഇന്ന് നമ്മളുടെ ഓരോ കരച്ചിലുകളും നമ്മുടെ ഓരോ കഷ്ടപ്പാടുകളും നാളെ ഒരു വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവാൻ സാധിക്കട്ടെ.